അള്ളാഹു നമുക്ക് ലൈംഗിക വിഷയത്തിൽ അനുവദിക്കപ്പെട്ട മാർഗം പറഞ്ഞു തന്നു, എണ്ണി പറഞ്ഞു. ആ മാർഗം പറഞ്ഞ അള്ളാഹു തുടർന്ന് പറഞ്ഞത് ഫമനിബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. നമ്മുടെ വികാര ശമനത്തിന് മുഅ്മിനീങ്ങൾക്ക് ഫിർദൗസിന്റെ അഹ്ലുകാരായ വിശ്വാസികൾക്കുള്ള വഴി പറഞ്ഞു തന്നു. 2 തരം വഴി പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു ഫമനിബ്തഗാ വറാഅ ദാലിക, ഇതല്ലാത്ത മാർഗം സ്വീകരിക്കുന്നവർ ഫഉലൈക ഹുമുൽ ആദൂൻ, അവർ അക്രമികളാണ്, പരിധി ലംഘിച്ചവരാണ്. ഈ വറാഅ ദാലിക ഏതൊക്കെയാണ്? വെറും വ്യഭിചാരം മാത്രമല്ല, പറയുമ്പോ ഒക്കെ പറയണല്ലോ, വ്യഭിചാരം മാത്രമല്ല, അതിന്റെ വകഭേദങ്ങളായിട്ട് പല. ഖുർആൻ അങ്ങനെ പറഞ്ഞത് വ്യഭിചാരത്തെ കുറിച്ച് മാത്രമല്ല, അനുവദിക്കപ്പെട്ട കാര്യം പറഞ്ഞിട്ട് ഫമനിബ്തഗാ വറാഅ ദാലിക, ഇതിന്റെ അപ്പുറത്തേക്ക് ഏത് വഴിക്ക് പോയാലും അവൻ പരിധി ലംഘിച്ചു, അവൻ അക്രമിയായി. ഈ വറാഅ ദാലിക, ഖുർആൻ പറഞ്ഞ വറാഅ ദാലികയിൽ ഒന്നാണ് മുഷ്ടിമൈഥുനം, സ്വയംഭോഗം. നാണം കൊണ്ട് പറയാതിരുന്നാൽ, നാണം കൊണ്ട് ചോദിക്കാതിരുന്നാൽ പരിശുദ്ധ ദീനിന്റെ അള്ളാഹുവിന്റെ നിയമം പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ചോദിക്കൂല ആളുകൾ, നാണം കെട്ട സംഗതിയല്ലേ. ഇത് ചോദിക്കാൻ ഒരാളെടുത്ത് ചെന്നാൽ മിനിമം ഞാൻ ഇതിന്റെ ആളാന്ന് അയാളെങ്കിലും മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് ചോദിക്കൂല ആളുകൾ. ചോദിക്കാതെ പറയാണെങ്കിലോ ഇങ്ങേർക്ക് എന്താ ഈ വഷളൻ കാര്യം, കിതാബിൽ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പൊ പറയാൻ നിന്നാ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയല്ല, ഇത് പറയേണ്ട സംഗതിയാണ്. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖ്ഹിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വികാര ശമനത്തിന് ഒരാൾ അവന്റെ കൈകളെ തന്നെ ഉപയോഗപ്പെടുത്തുന്ന രീതി അൽ ഇസ്തിംനാഉ ഹറാമുൻ, അത് നിഷിദ്ധമാണ്. എന്താ തെളിവോ ഈ ആയത്തന്നെ. അസ്വാജ് ഔ മാ മലക്കത് ഐമാനുക്കും എന്ന് പറഞ്ഞിട്ട് ഫമനിബ്തഗാ വറാഅ ദാലിക, അതിന്റെ അപ്പുറത്തേക്ക് ഏത് മാർഗത്തിൽ പോവുകയാണെങ്കിലും അവർ പരിധി വിട്ടവരും അക്രമികളുമാണ് എന്ന ഖുർആനിന്റെ വചനം ഉദ്ധരിച്ച് മഹത്തുക്കളായ ഫുഖഹാ നിയമ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു. ഹറാമാണ് മുഷ്ടിമൈഥുനം, സ്വയംഭോഗം ഹറാമാണ്. ഇതിലൊരു നേരിയ ഇളവ് പറഞ്ഞത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല മാത്രം. ഇമാം അഹ്മദ് ഇബ്നു ഹംബലിന്റെ അഭിപ്രായം ലോകത്ത് പ്രസിദ്ധമാണ്. എന്താണ് ഇമാമിന്റെ അഭിപ്രായം? ഒരാൾ വ്യഭിചാരം ചെയ്യുമെന്നുറപ്പായാൽ, തെറ്റിന്റെ എല്ലാ സാഹചര്യങ്ങളും മുന്നിലൊത്തു വന്നാൽ അനുവദിക്കപ്പെട്ട മാർഗമില്ല. ഒന്നുകിൽ ആള് അവിവാഹിതനാണ്, അല്ലെങ്കിൽ വിവാഹിതനാണെങ്കിലും വിദേശത്താണ്. ഇങ്ങനെ ഹലാലായ മാർഗം അവലംബിക്കാനില്ലാത്ത ഘട്ടത്തിൽ ഇതാ താൻ വ്യഭിചരിക്കാൻ പോകുമെന്നുറപ്പായാൽ ആ വ്യഭിചാരത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി സ്വയംഭോഗം ആകാവുന്നതാണെന്ന് പറഞ്ഞത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ മാത്രം. പക്ഷേ അതുതന്നെ പരിധി വിടുകയോ പതിവാക്കുകയോ ചെയ്യരുത് എന്ന നിബന്ധനയോടുകൂടെ. ഇത് വാസ്തവത്തിൽ ഇത് പറയുമ്പോ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് അത്ര പ്രബലമായ അഭിപ്രായമല്ല, ഇത് ദുർബലമായ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായം മാത്രമാണ്. ഏതാ ഈ പ്രധാന അഭിപ്രായം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴി ഇതല്ല. അവിവാഹിതരായ യുവാക്കളോട് പറഞ്ഞത്, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് വിദേശങ്ങളിൽ കഴിയുന്നവരോട് പറഞ്ഞത് വികാരശമനത്തിന് ഈ മാർഗമല്ല. ബുഖാരിയിൽ കാണാലോ, വമല്ലം യസ്തതി, ഒരു ഇണയെ ഹലാലായ നിലയിൽ കൂടെ പൊറുപ്പിക്കാൻ സാധിക്കാത്തവനാണെങ്കിൽ, അല്ലെങ്കിൽ ഇണയില്ലാത്തവനാണെങ്കിൽ ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജാ, വികാരശമനത്തിനവന് നോമ്പ് പിടിച്ചു കൊള്ളട്ടെ. എങ്കിൽ നേട്ടം രണ്ടാണ്. ഒന്ന്, ഈ വികാരത്തെ തളർത്താം, പ്ലസ് ആഖിറത്തിൽ അല്ലാഹുവിങ്കൽ വണ്ണമായ പ്രതിഫലവും കിട്ടും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതായാലും പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, സ്വയംഭോഗമാണെങ്കിലും ഇസ്ലാമിന്റെ നിയമത്തിൽ അത് തെറ്റാണ്. ഹദീസിൽ കാണാം, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ശുഅബുൽ ഈമാനിൽ ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ഇബ്നു മാലിക് എന്ന സ്വഹാബി പറയുന്നു, യഅ്തിന്നാകിഹു യദഹു യൗമൽ ഖിയാമ, സ്വന്തം കയ്യിനെ നിക്കാഹ് കഴിച്ചവൻ അന്ത്യനാളിൽ വരും. അങ്ങനെ പറയുള്ളൂ. ഭാഷ നന്നാക്കണല്ലോ, ആശയം തിരിഞ്ഞാൽ മതിയല്ലോ. സ്വന്തം കയ്യിനെ നിക്കാഹ് ചെയ്ത മനുഷ്യൻ അന്ത്യനാളിൽ കടന്നു വരുമ്പോ അവന്റെ കരങ്ങൾ ഗർഭം ധരിച്ച അവസ്ഥയിലായിരിക്കും.
മിക്കവാറും ആൾക്കാരൊക്കെ രണ്ട് കൈയിനും ഗർഭമായിരിക്കും അല്ലെ. എന്താ പറയുന്നത്? ഇത് സ്വാഭാവികമായി തെറ്റാണ്, ഇതിന് ഹദ്ദില്ല. ഫിഖ്ഹിൽ പറഞ്ഞത് എന്താ? ഇതിന് ഹദ്ദ്, ഇസ്ലാമിക ഭരണകൂടം ഈ കാര്യത്തിന് എറിഞ്ഞു കൊല്ലുകയോ ശിക്ഷയോ ഒന്നുമില്ല. ഇത് നിരുപാധികം മുത്തലഖൻ ഹറാമാണ്. ഇത് നിരന്തരം പതിവാക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ്. ഖിയാമത്ത് നാളിൽ മഹ്ശറയിലേക്ക് ഈ വിഭാഗം കടന്നു വരുമ്പോ കൈകൾ ഗർഭം ധരിച്ച അവസ്ഥയിലായിരിക്കും എന്ന ഹദീസ് ഇമാം ബൈഹഖി ഉദ്ധരിച്ചതായിട്ട് കാണാം. പിന്നെ മറ്റൊരു വറാഅദാലിക്കയിലെ മറ്റൊന്നാണ് ഖുർആൻ പറഞ്ഞല്ലോ ഇതിനപ്പുറം എന്ന് പറഞ്ഞ ആ അപ്പുറത്തിലൊന്നാണ് സ്വവർഗരതി. ആണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും പ്രാപിക്കുന്ന രീതി. ഇത് നമ്മുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല, ലോകത്തുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ലോകത്ത് എവിടെയുള്ളത്? പച്ചക്കുണ്ട്. അതിനു വേണ്ടി ഇൻകിലാബ് വിളികൾ നടക്കുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ അതിന് നിയമാംഗീകാരം നൽകിയിട്ടുണ്ട്. നാളെ കാലത്ത് നമ്മുടെ പെരുമ്പാവൂരും അത് വരാം. അത് വൈറുബഈദാണ്, വളരെ വിദൂരമൊന്നുമല്ല, അടുത്ത് തന്നെ ഉണ്ട്. മാത്രല്ല ഖുർആനിന്റെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണിത്. ഏത്? സ്വവർഗരതി ഖുർആനിന്റെ ഒരു ചർച്ചാ വിഷയമാണ്. ഇത്തരത്തിലുള്ള ആളുകൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ ആളുകളെ അള്ളാഹു താക്കീതു നൽകിയത്, താക്കീതു ചെയ്തത്, ഭയപ്പെടുത്തിയത് മുൻകാല ജനതയുടെ ഒരു പതനം വിവരിച്ചുകൊണ്ടാണ്. ഒരു ജനതയുടെ പതനം ഇതുകൊണ്ടായിരുന്നു. ഏതു ജനത? മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. അവർ സ്വവർഗരതിക്കാരായിരുന്നു. അള്ളാഹു പറഞ്ഞു, ഇദ് ഖാല ലഹും ലൂത്തുൻ അലാ തത്തഖൂൻ. ആ ജനതയെ വിളിച്ചുകൊണ്ട് ലൂത്ത് നബി അലൈഹിസ്സലാം പറഞ്ഞു, അലാ തത്തഖൂൻ, നിങ്ങൾ എന്തേ അള്ളാഹുവിനെ പേടിക്കാത്തത്? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അത്തഅ്തൂന മിനൽ ആലമീൻ. സൂറത്ത് ശുഅറായിൽ കാണാം, അത്തഅ്തൂന മിനൽ ആലമീൻ. നിങ്ങളുടെ വികാരശമനത്തിന് വേണ്ടി പുരുഷവർഗമേ, നിങ്ങൾ പുരുഷന്മാരെ തന്നെ സമീപിക്കുകയാണോ? وَتَذَرُونَ مَا خَلَقَ لَكُمْ رَبُّكُمْ مِنْ أَزْوَاجِكُمْ بَلْ أَنْتُمْ قَوْمٌ عَادُونَ. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഉപദേശം എങ്ങനെ ഉപദേശിക്കുന്നത്? നിങ്ങൾ ഈ വൃത്തികെട്ട പണി ചെയ്യാണോ? وَتَذَرُونَ مَا خَلَقَ لَكُمْ رَبُّكُمْ مِنْ أَزْوَاجِكُمْ. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പടച്ച സ്ത്രീവർഗത്തെ, നിങ്ങൾ ഇണകളായി പടച്ച സ്ത്രീവർഗത്തെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ? ബൽ അൻതും ഖൗമുൻ ആദൂൻ. നിങ്ങൾ വല്ലാത്ത ഒരു വർഗം തന്നെ, വല്ലാത്ത അക്രമികൾ തന്നെ. മര്യാദക്ക് മടങ്ങിക്കോളൂ. ഈ വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റി. ഒരു മെമ്പറെയും ബാക്കി വെക്കാതെ സ്വവർഗരതിക്കാരായ സ്വവർഗ വിവാഹത്തിന്റെ ആളുകളായ ആളുകളെ ഭൂമിയിൽ നിന്ന് പടച്ച തമ്പുരാൻ തുടച്ചങ്ങട്ട് നീക്കി. ഒരു മെമ്പറും പിന്നെ ഈ സ്വഭാവക്കാർ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. പിറകെ ഇത് ഉണ്ടായി വളർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പത്തെ ആ ജനത ഉണ്ടല്ലോ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത. സൗദി അറേബ്യയിലൊക്കെ ഏറ്റവും വലിയ തെറി എന്താ അറിയോ? തെറി യാ ലൂത്തി എന്നാ വിളിക്കുക. ഇത് ഏറ്റവും വലിയ തെറിയാണ്. ആ പ്രവാചകനിലേക്ക് ചേർത്തിയിട്ട ഈ ഏർപ്പാടിന് തന്നെയുള്ള പേര്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവരെ ഈ ഭൂലോകത്ത് നിന്ന് തുടച്ചങ്ങട്ട് നീക്കി. ഒരാളുണ്ടായില്ല. പിറകെ ഇത് ഓരോന്നോരോന്നുണ്ടായി, ഇത് വളർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വർഗം തന്നെ ലൂത്തി വർഗം അതിനി ഉണ്ടാവും. അതെന്നാ? ഖിയാമത്ത് നാളിന്റെ തലേനാൾ. ഖിയാമത്ത് നാളിന്റെ ചാരത്തെത്തുമ്പോ, ലോകാവസാനം അടുക്കുമ്പോ, മിൻ അശ്റാത്തി സാഅ, അന്ത്യദിനത്തിന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് നികാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅ. പുരുഷൻ പുരുഷനെ വേളി കഴിക്കും, പെണ്ണ് പെണ്ണിനെ കെട്ടും. ഇങ്ങനെയുള്ള ഒരു കാലം വരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലൈസ ലിഹാഉലാഇ സ്വലാത്ത് മാ അഖാമു അലാ ദാലിക. ഈ വർഗത്തിന് അവരുടെ നാഥനുമായിട്ടൊരു ബന്ധവും ഉണ്ടാവുകയില്ല. അള്ളേറ്റൊരു ബന്ധമില്ലാത്ത വർഗം അള്ളാഹു നശിപ്പിക്കും അവരെ. എങ്ങനെ ഖുർആൻ വരെ നശിപ്പിച്ചത്? ലൂത്തി വർഗത്തെ എങ്ങനെയാണ് നശിപ്പിച്ചത്? ഒരു വരപ്പേജോളം ഒരു ഭാഗത്തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 ഭാഗങ്ങളിൽ ഖുർആൻ പിന്നെയും പറയുന്നുണ്ട്. ഇത് ആവർത്തിച്ച് പറയാണ് ഈ ചരിത്രം.
ഇതെന്തിനാപ്പ പറയുന്നു? ഇന്നത് പറയണം. ഇന്ന് എന്തിനധികം മുസ്ലിം പൈതൃകവും പാരമ്പര്യവുമുള്ള രാജ്യങ്ങൾ പോലും സ്വവർഗ വിവാഹത്തിനും സ്വവർഗരതിക്കും പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. നീണ്ട 8 നൂറ്റാണ്ടുകൾ 800 വർഷം മുസ്ലിങ്ങൾ ഭരിച്ച രാജ്യമാണ് സ്പെയിൻ. ആ വർത്തമാന കാലത്തെ സ്പെയിനിന്റെ അവസ്ഥ എന്താണ്? സ്വവർഗ വിവാഹത്തിന് അനുവാദം നൽകിയിരിക്കുന്നു ആ രാജ്യം. ഇല്ലേ? എത്രയെത്ര രാജ്യങ്ങൾ, കാനഡ, ജർമ്മനി, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ, ബ്രസീൽ, അർജന്റീന, മെക്സിക്കോ, ഡെൻമാർക്ക്, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ സ്വവർഗ വിവാഹത്തിന് നിയമം വഴി അനുവാദം നൽകിയിരിക്കുകയാണ്. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്നവരല്ലേ? മുസ്ലിമീങ്ങളുടെ സംസ്കാരമുള്ള രാജ്യങ്ങൾ പോലും, തുർക്കിയിൽ അതിന് മൗനാനുവാദമുണ്ട്. ആ രാജ്യത്ത് എതിർപ്പില്ല. ആരെങ്കിലും ആണിനെ കെട്ടിയാൽ കോടതി പിടിച്ചോണ്ടോവില്ല, അതിന് ശിക്ഷയും കുറ്റമൊന്നുമില്ല. മൗനാനുവാദമുണ്ട് തുർക്കി. ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോ രാജ്യങ്ങളിലും, എന്തിനാ അമേരിക്കൻ സെനറ്റുകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്വവർഗ വിവാഹിതരായ ആളുകൾക്ക്, സ്വവർഗ രതിക്കാർക്ക് വേണ്ടി സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ ടെൽ അവീവിൽ വർഷത്തിലൊരിക്കൽ ഈ ഗ്രൂപ്പിന്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ സ്വവർഗ വിവാഹത്തിന് വേണ്ടി നിയമയുദ്ധം നടത്തി പലരും, മുറവിളി കൂട്ടി. വിധി വന്നിട്ടില്ല. എന്താ വരിക എന്ന് പറയാൻ പറ്റൂല, കാത്തിരുന്ന് കാണാ. എന്തേ? ഇവിടത്തെ വിധിയിൽ മുസ്ലിമീങ്ങൾ അത്ര വിശ്വസിക്കൊന്നും വേണ്ട. കാരണം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നല്ല ഏർപ്പാടാണ്. മാത്രല്ല, സംസ്കാരവും വിദ്യാഭ്യാസവും പക്വതയുമുള്ള ചെറുപ്പക്കാർ കല്യാണം കഴിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ടവൾ കന്യകയാണെന്ന് വിശ്വസിക്കില്ല. ഒരു യുവാവ് പെണ്ണെട്ടിക്കൊണ്ടുവന്നിട്ട് അവളെ കന്യകേന്ന് വിശ്വസിക്കുന്നവൻ മണ്ടനാണെന്ന് വരെ പറഞ്ഞ ഒരു വൃത്തികെട്ട തെമ്മാടി പെണ്ണൊരു സിനിമാ നടി ഉണ്ട്. കിഷ്ബു എന്ത് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാധനം. ഈ ഇന്ത്യയുടെ സംസ്കാരത്തിന് കടകവിരുദ്ധമായ ഈ രാഷ്ട്രത്തിനൊരു പൈതൃകവും പാരമ്പര്യവും അഭിമാനവും ഉണ്ട്. ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിനും പറ്റാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയതുകൊണ്ട് തമിഴ്നാട്ടിലെ സാംസ്കാരിക സംഘടനകൾ കേസ് കൊടുത്തു. 22ഓളം കേസ് ആ നടിക്കെതിരെ സുപ്രീം കോടതിയിൽ ചെന്നു. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം, ഇന്നലെ പത്രത്തിൽ വന്നു, 22 കേസും തള്ളിക്കൊണ്ട് അവളെ വെറുതെ വിട്ടു. അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. നാളെ കോടതി പറയും പെണ്ണെട്ടിൽ എങ്ങനെ വേണമെന്ന്, ഏത് ജാതി വേണോ, ആണ് വേണോ പെണ്ണ് വേണോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് എന്നാണ് പറഞ്ഞ വിധി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പറഞ്ഞു വരുന്നത് ഈ അവസ്ഥയാണ് ലോകത്തുള്ളത്. ഇക്കാലത്ത് ജീവിക്കുന്ന ഞാനും നിങ്ങളും ഇത് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും മനസ്സിലാക്കണ്ട, ചിന്തിച്ച് മുന്നോട്ട് ജീവിക്കണ്ട. ഇതിൽ ഖുർആനിന്റെ സന്ദേശം എന്താണെന്ന് നാം പഠിക്കണം, പാഠം ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ആളുകൾ മക്കൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ ദത്തെടുക്കും, അല്ലെങ്കിൽ വ്യഭിചരിക്കും. ദത്തെടുക്കുന്ന രീതി, ദത്തെടുത്തൊരു അനാഥ കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നതിൽ ഇസ്ലാം വിലക്ക് പറഞ്ഞിട്ടില്ല. നല്ല കാര്യമാണ്. ആരുമില്ലാത്തൊരു കുട്ടിയെ എടുത്ത് വളർത്തിയെടുക്കുന്നത്. പക്ഷെ ദത്തുപുത്രൻ എന്ന് പറയുന്ന സിസ്റ്റം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വളർത്തുപുത്രൻ എന്ന് പറഞ്ഞ് എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു കൊച്ചുകുട്ടിയെ വളർത്തിയത് എന്റെ പിള്ളേണ്, അവിടെ എന്റെ ഭാര്യന്റെ അടുത്തിരിക്ക, അതുപോലെ തന്നെ എന്റെ കുടുംബത്തിലെ അത് പാടില്ല. അത് അന്യനാണ്, അവൻ അന്യനാണ്, അന്യന്റെ ഹുക്കുമാണ്. പക്ഷെ വളർത്തുന്നതിനെ ഇസ്ലാം ഒരിക്കലും എതിർക്കുന്നില്ല. അപ്പൊ ദത്തുപുത്രന്മാരെ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ട് അവർ വംശപാരമ്പര്യം നിലനിർത്തുന്ന ഈ വെസ്റ്റേൺ കൾച്ചർ ഇന്ത്യയിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. നാളെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഈ സംഭവം ലൂത്തി ഏർപ്പാടുണ്ടെങ്കിലും മറയൊക്കെ പൊളിച്ചുകൊണ്ട് ചിലപ്പോൾ പുറത്തു വന്നേക്കാം. കാരണം എന്താ? ഇന്ന് നാണം മാനെന്ന് പറയുന്ന സാധനം നമുക്കൊക്കെ നശിച്ചുപോയി. എന്താ നമ്മുടെ അവസ്ഥ? ദൈവവിശ്വാസികൾ അല്ലാത്ത നിരീശ്വരവാദികളായ ആളുകൾക്കും ഉണ്ടാകുമല്ലോ ചില ലജ്ജയും അഭിമാനവും ഒക്കെ, അല്ലേ? അതുപോലും പള്ളിയിൽ കയറുന്ന ചില മുസ്ലിമീങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ നീങ്ങാതിരുന്നാൽ ഈ സമൂഹം എവിടെത്തും? ഏതെവിടെയാണ് എത്തിച്ചേരുക? നിനക്ക് നാണമില്ലെങ്കിൽ നീ തോന്നിയതുപോലെ പ്രവർത്തിച്ചോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇദാലം തസ്തഹി, നാണുണ്ടോ നിനക്ക്? എന്നാ മര്യാദക്ക് നിൽക്ക. നാണല്ലേ? ഫസ്നഅമാശീത, തോന്നിയതൊക്കെ ചെയ്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് എന്തൊരു ഭാഷയെന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൃത്തികേടുകളിൽ നിന്ന് സമൂഹത്തെ മാറ്റാൻ
മുസ്ലിം സമുദായത്തെ മാറ്റാൻ നമ്മെ കൊണ്ടാകുന്നത് നമ്മൾ ചെയ്യണം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ പതനം ഖുർആൻ A to Z വിവരിക്കുന്നുണ്ട്. അത് നമുക്ക് പഠിക്കണം. എന്തിനാ പഠിക്കുന്നത്? ലോകം അധികം വൈകാതെ ചിലപ്പോൾ കീഴ്മേൽ മറിയാൻ സാധ്യതയുണ്ട്. ഭൂകമ്പവും ചുഴലിക്കാറ്റും, ഏത് നസ്രാണി പെണ്ണിന്റെ പേരിട്ടുള്ള കാറ്റാണെങ്കിലും ശരി, ഏത് മോഡേൺ നെയിം സ്വീകരിച്ച തിരമാലകളാണെങ്കിലും ശരി, അധികം വൈകാതെ ഈ ഭൂമിയെ പടച്ച തമ്പുരാൻ കീഴ്മേൽ മറിക്കുന്ന കാലം വിദൂരമല്ല എന്ന യാഥാർത്ഥ്യം സത്യവിശ്വാസികൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വഷളൻ പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.